ഹായ് ഗായ്സ്, എന്തല്ല സുഖമല്ലേ എല്ലാവർക്കും? ഞാൻ യൂട്യൂബിൽ ഫോട്ടോ മാഗസിൻ്റെ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കണ്ട കമൻസാണ് നിങ്ങൾ മുന്നേ കണ്ടത്. എങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് പ്രിൻ്റ് എടുക്കുന്നത്, എങ്ങനെയാണ് ഇതിന് സ്റ്റാപ്ലർ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കമൻസ് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നമുക്കിവിടെ എങ്ങനെ ഒരു ഫോട്ടോ മാഗസിൻ എഡിറ്റ് ചെയ്യാം, പ്രിൻ്റ് എടുക്കാം, സ്റ്റാപ്ലർ ചെയ്യാം ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ക്യാൻവ ആപ്പ് ഒട്ടുമിക്ക എല്ലാവർക്കും ഇപ്പോൾ സുപരിചിതമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അത് അവൈലബിൾ ആണ്. താഴെ 3-ാമതായി ടെംപ്ലേറ്റ്സ് എന്ന് കണ്ടോ, അവിടെ പോയി നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഒക്കേഷൻ എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് സൈസിലാണോ മാഗസീൻ ആവശ്യം ആ സൈസിലുള്ള ടെംപ്ലേറ്റ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മളൊരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഫോട്ടോ മാറ്റി നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോ വെക്കുന്നതിന് താഴെയുള്ള റീപ്ലേസ് ടൂൾ ഉപയോഗിച്ച് നമുക്കത് മാറ്റം വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ ആ ടെംപ്ലേറ്റ്സിൽ നിലവിലുള്ള ടൈപ്പിംഗ് നമുക്ക് മാറ്റം വരുത്താം. അതിൻ്റെ നിറം, ഫോണ്ട് ഒക്കെ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ചില ടെംപ്ലേറ്റുകൾ MP4 ഫോമാറ്റിലായിരിക്കും ഉണ്ടാവുക. അത് ജസ്റ്റ് നമുക്കൊന്ന് മാറ്റി PNG ആക്കി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഡൗൺലോഡ് ചെയ്ത ഇമേജ് നമ്മുടെ ഗാലറിയിൽ സേവ്ഡ് ആയിരിക്കും. ഇനി ഞാൻ കാണിക്കുന്നത് ഗൂഗിളിൽ നിന്നോ പിൻട്രസ്റ്റിൽ നിന്നോ നല്ല എസ്തെറ്റിക് ആയിട്ടുള്ളതോ ക്യൂട്ടായിട്ടുള്ളതോ ആയ വാൾപേപ്പറുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഡൗൺലോഡ് ചെയ്ത വാൾപേപ്പർ നമുക്ക് നമ്മുടെ മാഗസീൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഇത്രയേ എഡിറ്റിംഗ് ഉള്ളൂ. അടുത്തത് നമുക്കിതിനെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി A3 ഫോർമാറ്റിലേക്ക് സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. നേരത്തെ പോയ അതേ ടെംപ്ലേറ്റിൽ പോയി A3 ഫോർമാറ്റിലുള്ള ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുക. ആ ടെംപ്ലേറ്റ്സ് പ്ലെയിൻ ആക്കിയ ശേഷം താഴെ കാണുന്ന ടൂൾ ബാറിൽ പോയി കോളം വരയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു A3 എന്ന് പറയുന്നത് 2 A4 ആണ്. അതുപോലെ തന്നെ ഒരു A3 എന്ന് പറയുന്നത് 4 A5 ചേർന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോ മാഗസീൻ്റെ സൈസ് ഏതാണോ, A3 ആണോ A5 ആണോ എന്നതനുസരിച്ച് കോളം വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ശേഷം നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റ്സ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് ആ നമ്മൾ വരച്ച കോളത്തിനുള്ളിൽ കറക്റ്റായി ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് അടുത്ത ടാസ്ക്. ഇതിപ്പോൾ എൻ്റെ ഫോട്ടോ മാഗസീൻ A4 ആയതുകൊണ്ടാണ് 2 കോളം മാത്രം അവശേഷിക്കുന്നത്. ഇതിപ്പോൾ A5 ആണെങ്കിൽ അവിടെ 4 ടെംപ്ലേറ്റ്സുകൾ ആഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം കോളം വരയ്ക്കേണ്ടത്. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി ഏതെങ്കിലും A3 പ്രിൻ്റ് എടുക്കുന്ന കടയിൽ പോകുക. നമുക്ക് എത്ര പേജാണോ മാഗസീൻ വേണ്ടത്, ഇപ്പം 4 പേജാണ് മാഗസീൻ വേണ്ടതെങ്കിൽ 2 A3 അപ്പുറത്തും ഇപ്പുറത്തും ബോത്ത് സൈഡ് പ്രിൻ്റ് എടുക്കുക. അത് അവരോട് പറഞ്ഞാൽ അവർ പ്രിൻ്റ് എടുത്ത് തരും. ഇതുപോലെ. എൻ്റെ കസ്റ്റമർക്ക് 8 പേജ് A4 ആയിരുന്നു ആവശ്യം. അതുകൊണ്ട് തന്നെ ഞാൻ 4 പേജ് A3 പ്രിൻ്റ് എടുത്തു. എന്നാൽ അതിൻ്റെ ബോത്ത് സൈഡ് ആയതുകൊണ്ട് ഞാൻ 8 പേജ് A3 എഡിറ്റ് ചെയ്തിട്ടുണ്ട്. 8 പേജ് A3 ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 16 പേജ് A4 ആണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. കൺഫ്യൂഷൻ ആവാൻ മാത്രമൊന്നുമില്ല. ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്കതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നതേ ഉള്ളൂ. ശേഷം അതിനെ നടുവിലൂടെ മടക്കി ഒരു ബുക്ക്ലെറ്റ് രൂപത്തിലാക്കുക. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചത് ഏത് സ്റ്റാപ്ലറാണ് യൂസ് ചെയ്യുന്നത് എന്നാണ്. നമ്മുടെ സാധാ നോർമൽ സ്റ്റാപ്ലർ തന്നെയാണ് ഇതിനും യൂസ് ചെയ്യുന്നത്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തുറക്കുന്നത് പോലെയല്ല സ്റ്റാപ്ലർ തുറക്കേണ്ടത്. നേരെ എതിർവശത്തേക്കാണ് തുറക്കേണ്ടത്. ഇതിലത് വ്യക്തമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്റ്റാപ്ലറിൻ്റെ പിന്നിടാൻ വേണ്ടി തുറക്കുന്ന ഭാഗമല്ലാതെ വേറൊരു ഭാഗമുണ്ട് സ്റ്റാപ്ലറിന് തുറക്കാൻ. ആ ഭാഗം തുറക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മുടെ മാഗസീൻ്റെ നടുഭാഗം സെഗ്രിഗേറ്റ് ചെയ്തതിന് ശേഷം അടിഭാഗത്ത് കൈവെക്കുമ്പോൾ സൂക്ഷിക്കണം. സ്റ്റാപ്ലർ തറിക്കാത്ത വിധത്തിൽ കൈവച്ചിട്ട് പിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൈ ബാക്കിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, നേരെ അടിയിൽ കൈ വെക്കരുത്. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ഫോട്ടോ മാഗസീൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഇതോടെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ ബൈ.